അസ്സാം വലൈക്കും വർഹമത്തുള്ള. പ്രിയപ്പെട്ടവരെ, ഇന്ന് ശാന്തപുരം അൽജാമിയ ഇസ്ലാമിയയിലെ ARF ഡയറക്ടർ, അൽജാമിയ റിസർച്ച് ഫെലോഷിപ്പ് ഡയറക്ടർ കൂടിയായ ഡോക്ടർ ഇല്യാസ് മൗലവി, PG ഡീൻ സമീർ കാളികാവ് എന്നിവരോടൊപ്പം നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. നമ്മുടെ ഒരു ആദ്യത്തെ അനുഭവം കൂടിയാണ്. സക്കാത്തിനെ കുറിച്ചുള്ളൊരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോഡ്കാസ്റ്റിൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് തീർത്തും നമ്മളെ സംബന്ധിച്ച് ഒരുപാട് വേദികളിൽ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു അനൗദ്യോഗികമായിട്ടുള്ളൊരു ഇരുത്തം എന്ന പോലെ ഒരു പോഡ്കാസ്റ്റിൽ ഇരിക്കുക എന്നുള്ളത് തീർത്തും പുതിയൊരു അനുഭവം കൂടിയാണ്. ഇപ്പോൾ സക്കാത്തിനെ കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ കഴിഞ്ഞൊരു 3 ആഴ്ചയായിട്ടെങ്കിലും നമ്മുടെ ഒരു കേരള പശ്ചാത്തലത്തിൽ വളരെ സജീവമാണ്. അപ്പോൾ സക്കാത്ത് അതിൻ്റെ ഒരു ഇസ്ലാം കാര്യങ്ങൾ ചൊല്ലിപ്പഠിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതായി വളരെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പഠിച്ചു പോരുന്നതും ഒപ്പം തന്നെ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ആരാധന അനുഷ്ഠാന മുറകളിലൊന്നായി നമ്മൾ അറിയുകയും ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നൊരു ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഇത് ഒരു അനുഷ്ഠാനം ആരാധന എന്നുള്ള നിലക്ക് അതിൻ്റെ പ്രാധാന്യം സ്ഥിരപ്പെട്ടതാകുമ്പോൾ തന്നെ ഇത് സംഘടിതമായി നടക്കുക എന്നുള്ളത് വലിയൊരു കുതൂഹലം, അതല്ലെങ്കിൽ വലിയൊരു കോലാഹലം ഉണ്ടാക്കേണ്ടുന്നൊരു വിഷയം പോലെയാണ് അന്തരീക്ഷത്തിലുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ എത്രത്തോളം സംഘടിതമായി ഒരു സക്കാത്ത് എന്നുള്ള ഒരു ആശയത്തിന് തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് തന്നെ പരിശോധിച്ച് തുടങ്ങാം എന്നുള്ളതാണ് തോന്നുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സക്കാത്ത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിൻ്റെ ഒരു റുക്കനാണ്, ഒരു അടിസ്ഥാന സ്തംഭമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പുതിയ പ്രവണതയൊന്നുമല്ല എന്നർത്ഥം. ഖുർആനിലും സുന്നത്തിലും, അത് രണ്ടാണല്ലോ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. വളരെ വിശദമായി സക്കാത്തിനെ സംബന്ധിച്ച് പല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സക്കാത്ത് ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 രൂപ നമുക്ക് കാണാൻ സാധിക്കും. കാർഷിക വിളകൾ, കന്നുകാലികൾ തുടങ്ങിയൊക്കെ ആർക്കും കാണാൻ പറ്റുന്നതാണല്ലോ. ഇതിനൊക്കെ കണക്കാക്കാനും നിശ്ചയിക്കാനും ശേഖരിക്കാനും ഒക്കെ ഉദ്യോഗസ്ഥരെ പറഞ്ഞയക്കുക. അതുപോലും സക്കാത്തിൻ്റെ ഭാഗമാണ്. കാരണം സക്കാത്ത് ആർക്കൊക്കെയാണ് വിതരണം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഖുർആനിൽ വൽ ആമിലീന അലൈഹ, ആ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറയാം. അപ്പോൾ അവർ പോയി ഇത് കണക്കാക്കി നിശ്ചയിച്ച് ഫിക്സ് ചെയ്ത് അത് കലക്ട് ചെയ്ത് ബൈത്തുൽ മാൽ എന്നാ പറയാം. സഹാബിമാരുടെ ഖലീഫമാരുടെയൊക്കെ കാലത്ത് കൊണ്ടുവന്ന് കലക്ട് ചെയ്യുകയും അത് ഗവൺമെൻറ് തന്നെ, സർക്കാർ തന്നെ അർഹരായ 8 വിഭാഗമാണല്ലോ, വിതരണം ചെയ്യുക എന്നതായിരുന്നു ഒരു രീതി. പിന്നെ ചില ആളുകൾ അവരുടെ അതിന് അംവാല് ബാത്തിന എന്ന് പറയും. അതായത് നിങ്ങളെ പോക്കറ്റിൽ ഇപ്പോൾ എത്ര കാശുണ്ടെന്ന് എനിക്കറിയില്ല. അന്ന് സ്വർണ്ണ നാണയങ്ങൾ വെള്ളി നാണയങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ സക്കാത്ത് അവരന്നെ കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പ്രധാനമായും കേന്ദ്രീകൃതമായി കലക്ട് ചെയ്യുകയും അങ്ങനെ തന്നെ വിതരണം ചെയ്യുക എന്നതാണ് അസിൽ ഈ സമ്പത്തിൻ്റെ. അതുകൊണ്ടാണ് വൽ ആമിലീന അലൈഹ എന്ന്. അത് വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലിക്കാരുടെ ശമ്പളം ഈ സക്കാത്തിൽ നിന്ന് തന്നെയാണ് കൊടുക്കുക. സക്കാത്ത് വിതരണത്തിൻ്റെ 8 വിഭാഗങ്ങൾ ഒരു കൂട്ടർ ആ ഉദ്യോഗസ്ഥന്മാരാണ്. ഈ രണ്ടാമത്തെ അവരവർ കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ രൂപം പണ്ഡിതന്മാർ പറഞ്ഞത്, എനിക്കിപ്പോൾ നടന്നു പോകാനോ ഇതാക്കാനൊന്നും വയ്യ, അപ്പം ഞാൻ വിശ്വസ്തനായ ഒരാളെ ഇത് ഏൽപ്പിക്കാം. വിശ്വസ്തനായ ആളുകളെ ഏൽപ്പിക്കുന്നത് 2 രൂപത്തിലാകാം. ഒന്ന്, അർഹരായവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കാം. അതല്ല, കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഗവൺമെൻറ്റിന് കൊണ്ടുപോയി കൊടുക്കണം എന്നും പറഞ്ഞിട്ടും ഏൽപ്പിക്കാം. ഈ 3 രൂപമാണ് പണ്ഡിതന്മാർ ഫുഖഹാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം ഈ 3 രൂപമേ പറ്റുള്ളൂ എന്നല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സക്കാത്ത് നൽകുന്നതിന്, വിതരണം ചെയ്യുന്നതിന് 3 രൂപമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് ഇങ്ങനെ 3 രൂപം അവർ വിശദീകരിച്ചു. ഈ 3 രൂപത്തിലല്ലാതെ കൊടുക്കാൻ പാടില്ല എന്നോ ഇതൊന്നും ആയത്തിലോ ഹദീസിലോ ഉള്ളതല്ല ഈ 3 രൂപത്തിലേ പറ്റൂ എന്നുള്ളത്. അത് മർമ്മം. അതെ, മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം, മുസ്ലിങ്ങളിലെ സമ്പന്നരിൽ നിന്ന് വസൂലാക്കി അർഹരായ അഗതികളും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുക. ഇത് ഏറ്റവും നല്ല രൂപത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളിലൊക്കെ ചെയ്യുന്നതിന് ഖുറാനോ സുന്നത്തോ എതിരല്ല എന്നർത്ഥം. നിലവിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തിൽ ഈ
നിലവിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജക്കാത്ത് എന്നുള്ളത് ലോകത്ത് പൊതുവിൽ എല്ലായിടത്തും ജമിയകളായിട്ടും അതല്ലെങ്കിൽ ബൈത്തു ജക്കാത്തൊക്കെ ആയിട്ടും ഇപ്പോൾ UK US ഒക്കെ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ വ്യാപകമായ രീതിയിൽ അതിൻ്റേതായ സംവിധാനങ്ങൾ മുസ്ലിം രാജ്യങ്ങളിലല്ലാതായിരുന്നിട്ട് കൂടിയുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ മൗലവി പറഞ്ഞ ഈ 3 സംഗതികൾക്ക് പുറമേ ആയിട്ട് നിലവിൽ അതിനെ എതിർക്കാൻ യഥാർത്ഥത്തിൽ ഇതൊക്കെ സാധ്യതയാണ്, ഇസ്ലാമിൻ്റെ ഒരു സാധ്യത കൂടിയാണ്. അത് യഥാർത്ഥത്തിൽ ഈ ഒരു പശ്ചാത്തലം കൂടി ശരിക്കും ഒരു പ്രമാണപരമായി അങ്ങനെ എതിർക്കപ്പെടേണ്ടതുണ്ടോ യഥാർത്ഥത്തിൽ? അല്ല, അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സക്കാത്ത് ഇസ്ലാമിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് മനസ്സിലാക്കിയാലേ ഇതിൻ്റെ ഒരു മർമ്മം തിരിയുള്ളൂ. ഇപ്പോൾ ഖുർആനികമായിട്ട് സക്കാത്തുമായി ബന്ധപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് ആത്തുസ് സക്കാത്ത എന്ന പ്രയോഗമാണ്. നിങ്ങൾ സക്കാത്ത് നൽകണം. ഇതിങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതൊരു ഇബാദത്താണ് എന്നെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇതൊരു ആരാധനയാണ്. ആ ആരാധന എന്നുള്ള നിലക്ക് ഇത് വ്യക്തികൾക്ക് ഫർള് ഐനായ കാര്യമാണ് എന്നതാണ് ആ ആയത്തിൻ്റെ ഒരു സൂചന. അപ്പോൾ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം വ്യക്തികൾക്കുണ്ട് എന്നതാണ്. അതേ സമയത്ത് അള്ളാഹു ചെയ്ത പണി വ്യക്തികൾക്ക് അങ്ങനെ കൊടുക്കാൻ ബാധ്യതയുണ്ട്. അപ്പുറത്ത് റസൂലിനെ ചുമതലപ്പെടുത്തി ആളുകൾ കൊടുക്കുമ്പോൾ ഇത് വാങ്ങാൻ ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ എന്ന് പറഞ്ഞിട്ട് ഹാക്കിമായ റസൂലിനെ അവിടെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. റസൂൽ അത് വാങ്ങുമ്പോൾ അതിലൂടെ സാക്ഷാത്കരിക്കപ്പെടേണ്ടുന്ന മഖാസിദ്, ലക്ഷ്യങ്ങൾ എന്താണ് എന്നത് ആ ആയത്തിൻ്റെ ബാക്കിയിൽ അള്ളാഹു വിശദീകരിച്ചു. അത് തുതഹിറുഹും വ തുസക്കീഹിം ബിഹ വസല്ലി അലൈഹിം ഇന്ന സ്വലാത്തക സക്കനുല്ലഹും. ആളുകൾ ഇത് റസൂലിനെ ഏൽപ്പിക്കുന്നതിലൂടെയാണ് അവർക്ക് അവരുടെ സംസ്കരണം, അവരുടെ സമ്പത്തിൻ്റെയും സംസ്കരണം, ശുദ്ധീകരണം, വളർച്ച, ഇതേപോലെ അവർക്ക് റസൂലിൻ്റെ പ്രാർത്ഥന വഴി ജീവിതത്തിൽ സമാധാനവും സൗഖ്യവും, ഇത് 3 ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സക്കാത്തിന് ഇങ്ങനെ ഒരു സിസ്റ്റം വ്യക്തികൾ കൊടുക്കുകയും ഹാക്കിം എന്നുള്ള നിലക്ക് റസൂൽ അത് വാങ്ങുകയും വാങ്ങിയാൽ പിന്നെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റമാണ് ഇസ്ലാമിൽ സക്കാത്ത് ഉണ്ടായത്. എന്തിനാ സക്കാത്ത് നിർബന്ധമാണ്? അതിനു മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ധാരാളം ആയത്തുകളിലൂടെ വഫി അംവാലിഹിം ഹഖുല്ലിസ്സായിലി വൽ മഹ്റൂം എന്ന് ആവർത്തിച്ച് കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കെ നിർബന്ധ സക്കാത്ത് നിയമപരമാക്കാൻ പ്രവാചകൻ്റെ മദീന രാഷ്ട്രം ഉണ്ടായി ഹിജറ 2-ാം വർഷം വരെ കാത്തിരുന്നത് എന്തിനാണ്? അത്രയും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണുള്ളത് എന്ന് ചോദിച്ചാൽ അതിനൊരു സിസ്റ്റം വേണം, ഒരു സംഘടിതമായ സിസ്റ്റം ഉണ്ടാവണം. ഇത് കേവലം വ്യക്തികൾ കൊടുക്കുന്ന ദാനധർമ്മം പോലെ കൊടുക്കേണ്ടുന്ന കാര്യമല്ല. ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയുടെ ഭാഗമായി മുന്നോട്ട് വെക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയിലൂടെ സാധ്യമാകേണ്ടുന്ന കുറേ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് സക്കാത്തിനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇസ്ലാം അവതരിപ്പിച്ചത്. അപ്പോൾ ഇത് സംഘടിത സ്വഭാവത്തിലായാലേ അതിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയുള്ളൂ. അതിന് ഏറ്റവും വിശ്വസ്തമായ ഏജൻസി എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണകൂടമാണ്. അതേ സമയത്ത് ആ ഭരണകൂടം ഉള്ള ഒരു സാഹചര്യത്തിലുള്ള ഇജ്തിഹാദുകളാണ് മദ്ഹബിൻ്റെ ഇമാമുകളടക്കം നടത്തിയത്. ഈ പറഞ്ഞ 3 രൂപങ്ങളാണ് അത് കൊടുക്കേണ്ടുന്ന രീതി എന്നൊക്കെ പറഞ്ഞത്. അതേ സമയത്ത് നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട, അതായത് ഒരു ഖിലാഫത്തും ആ ഖിലാഫത്തിൻ്റെ കീഴിൽ വ്യവസ്ഥാപിതമായി സക്കാത്ത് ശേഖരിക്കുകയും വ്യവസ്ഥാപിതമായി വിതരണം ചെയ്യുകയൊക്കെ ഉള്ള ഒരു സംവിധാനം നിലവിലുള്ള സന്ദർഭത്തിലാണ് ഈ 3 രൂപങ്ങളെ സംബന്ധിച്ച് ഇമാമുകൾ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അതേസമയം നമ്മൾ അഭിമുഖീകരിക്കുന്ന കളിയ തീർത്തും വ്യത്യസ്തമാണ്. ഇസ്ലാമിക ഭരണകൂടം ഇല്ല. എങ്ങനെയാണ് സക്കാത്ത് വിതരണം ചെയ്യേണ്ടത് എന്നത് ശേഖരിക്കുന്നത് തീർത്തും പുതിയ ഇജ്തിഹാദ് ആവശ്യമുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഇന്നും ഇന്നലെ ഉണ്ടായ വിഷയം എന്നല്ല. ഖിലാഫത്ത് തകർന്നത് മുതൽ ചുരുങ്ങിയത് എന്തുണ്ട്, ആ ചർച്ച ഉണ്ട്. ആ ചർച്ച നടത്തിയപ്പോൾ മദ്ഹബുകളുടെ ഷാഫി മദ്ഹബിന്റെ തന്നെ ഉസൂലുകളിൽ നിന്നുകൊണ്ട് ഷാഫി പണ്ഡിതന്മാർ ആ വിഷയം ചർച്ച ചെയ്തിട്ട് അവർ കണ്ടെത്തുകയും എഴുതുകയും ചെയ്തത് ഇത് സംഘടിതമായി നിർവഹിക്കുന്ന, ശേഖരിച്ച് വിതരണം ചെയ്യുന്നതാണ് നല്ലത് എന്നതാണ്. വരുന്നൊരു വിഷയത്തില് ഇപ്പോൾ വക്കാലത്തുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള, ഇപ്പോൾ നേരത്തെ പറഞ്ഞൊരു തൗക്കീലുമായി ബന്ധപ്പെടുത്തിയൊരു സംഗതിയാണ്. ഈ വക്കാലത്തിൽ കാര്യമായി ഇപ്പോൾ ഷർത്തുൽ വക്കീലായി യക്കൂന മുഅയ്യനൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ. അപ്പോൾ അത് ഈ തഈനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് നിശ്ചിത വ്യക്തി എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലേക്ക് വെച്ചുകൊണ്ട് അത് ഒരു വ്യക്തിക്കാണ് അത് കൊടുക്കേണ്ടത്. അത് പിന്നീട് അതല്ലാതെ ഇത്തരം സംഘടനകൾ നടത്തുന്നത്, അതുപോലെ തന്നെ മഹല്ലുകൾ നടത്തുന്നത്, ഇതൊന്നും സാധുവാകുകയില്ല എന്നൊക്കെയുള്ള ഒരു ഈ വിമർശകരുടെ ഒരു വൈജ്ഞാനിക സത്യസന്ധത ഇല്ലായ്മ ഇവിടെ നമുക്ക് വളരെ വ്യക്തമാവും. ഇനി വ്യക്തിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ
മജ്ജയും മാംസവും ഉള്ള ആളുകളാണല്ലോ ഈ കമ്മിറ്റിയിലുള്ളത്. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആകാശത്ത് നിന്ന് ഇറങ്ങിയ ഒരു പ്രതിഭാസം, എന്നിട്ടൊരു ഹവേൽ ഇങ്ങനെ കൊടുക്കുക, അതല്ല ഉണ്ടാവുന്നത്. കമ്മിറ്റിയിലാണെങ്കിൽ അതിന് പ്രസിഡൻ്റ് ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, ട്രഷറർ ഉണ്ടാവും, കമ്മിറ്റി മെമ്പർമാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോഴും ഇദ്ദേഹം കൊടുക്കുന്നത് ഈ വ്യക്തിക്കാണ്. ഇപ്പോൾ ഒരു സക്കാത്ത് കമ്മിറ്റി, നിങ്ങളിപ്പോൾ സക്കാത്ത് കമ്മിറ്റിയിലെ മെമ്പറാണ് എന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങളെ മുസ്ലിമായ പക്വതയുള്ള വിവേകമുള്ള മുത്തമയ്യിസായ നിങ്ങളടുത്ത് ഞാൻ എൻ്റെ സക്കാത്ത് നിങ്ങൾ അർഹരായ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറയാലോ. നിങ്ങൾ കമ്മിറ്റി അംഗമായി എന്ന് വിചാരിച്ച് ഇനി ഇവർ പറയുന്നത് വൈജ്ഞാനിക സത്യസന്ധത അവരുണ്ടെങ്കിൽ സക്കാത്ത് കമ്മിറ്റികൾ ഇസ്ലാമിക വിരുദ്ധം എന്ന് പറയുന്നതിൻ്റെ മുമ്പ് എന്താണ് ഈ കമ്മിറ്റി എന്നുള്ള ഒരു ഇത് ചെയ്യാമല്ലോ. ഒന്നത്. രണ്ടാമത്തത് നിങ്ങൾ സൂചിപ്പിച്ച വാക്കുണ്ടല്ലോ, മീൻ ഷർത്തിൽ വക്കീൽ അയ്യക്കൂന മുഅയ്യനൻ. മുഅയ്യനൻ എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ളൊരു മനുഷ്യനാണ് എന്ന് ആര് പറഞ്ഞു? മുഅയ്യൻ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് തന്നെ ഫിക്സഡ് എന്നാണ്, നിർണിത. അത് വ്യക്തിയാകാം. അതായത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സക്കാത്ത് കൊടുക്കാൻ ഒരാളെയോ ഒരു സംവിധാനത്തെയോ ഏൽപ്പിച്ചാൽ അത് ആരാണെന്ന് ഒരു ബോധ്യം എനിക്ക് വേണം. അയാൾ വിശ്വസ്തനാണോ, ഈ പണി ചെയ്യാൻ പറ്റിയ ആളാണോ, അങ്ങനെയുള്ള സംവിധാനമാണോ, അതോ നിങ്ങൾ റോട്ടുമേൽ അങ്ങോട്ട് വെച്ച് പരത്തി വെച്ചിട്ട് ഞാനവിടെ പോയി നിങ്ങളൊക്കെ പോയിട്ടാണ് കൊടുത്തോളൂ. അപ്പോൾ അതൊരു ഫിക്സായ ഒരു സംഭവമല്ല. അപ്പോൾ മുഅയ്യനൻ എന്ന് പറയുന്നതിനെ അവർ ഒരു മനുഷ്യൻ എന്നാക്കി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വ്യക്തി, ഒരു വ്യക്തി എന്നാക്കി. ഫുഖഹാക്കൾ ഇമാം നവവി ഇമാം നവവിയെ പോലുള്ള ഫുഖഹാക്കൾ പറയുന്നത് അത് കാഫിറായാലും കുഴപ്പമില്ല എന്നാണ്. കാഫിറായ ഒരാളെ ഞാൻ വക്കാലത്ത് ആക്കുന്നതെങ്കിൽ അന്ന് അതും കുഴപ്പമില്ല, ആ കാലത്ത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഇത് അർഹരായവരിൽ എത്തിക്കാൻ വിശ്വസിക്കാൻ പറ്റിയ, നമ്പാൻ പറ്റിയ ഒരാളാവുക എന്നതാണ്. നവവി പറഞ്ഞ ഈ കാഫിറിന്റെ ചർച്ച അത്രത്തോളം പോകാതിരിക്കുന്നത് വേറെ നല്ലത്. കാരണം അതിനേക്കാൾ ഇപ്പുറത്തുള്ള ലെവലിൽ തന്നെ മുസ്ലിം പറഞ്ഞതെന്ന് വെച്ചാൽ അത്രത്തോളം അവർ വിശാലത കാണിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ആയ ആളുകൾ, മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ എന്നൊക്കെ പറയുന്ന ആ ആളുകളെ ഏൽപ്പിക്കുന്ന അവരിന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എത്രത്തോളം അതിനെപ്പറ്റി അവർ പറയും എന്ന് മാത്രമല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആധികാരിക പണ്ഡിതന്മാർ അവരുടെ തന്നെ മാഗസിനുകളിൽ അറബി മലയാളത്തിലൊക്കെ എഴുതിയ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ അൽബയാനിലൊക്കെ എഴുതിയത് നമുക്കിപ്പോഴും കിട്ടും. അത് ഒറിജിനൽ അതിൻ്റെ ഇത് തന്നെ നമുക്കിന്ന് ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊക്കെ ഒരു സംവിധാനത്തെ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടാണോ ഇവർ ഈ പണ്ഡിതന്മാർ ഇറങ്ങിയതെന്ന് പോലും സംശയിക്കാൻ പറ്റുന്ന കോലത്തിലാണ് അവരുടെ ഇടപെടൽ. അപ്പോൾ യഥാർത്ഥത്തിൽ മുഅയ്യനൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ നിബന്ധന വ്യക്തി എന്ന് തന്നെ വെക്കുകയാണെങ്കിലും കമ്മിറ്റിയിലെ മെമ്പർമാർക്കോ ചെയർമാൻ്റെ കയ്യിലോ അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ കയ്യിലോ സെക്രട്ടറിൻ്റെ കയ്യിലോ ട്രഷറുടെ കയ്യിലോ കൊടുക്കാം. ഇനി അതല്ല, കമ്മിറ്റിയെ തന്നെ ലീഗൽ പേഴ്സണാലിറ്റി എന്താ ഷഖ്സിയൽ എഅ്തിബാരിയ അതെന്താണെന്ന് വെച്ചാൽ ഫുഖഹാക്കൾ ചർച്ച ചെയ്തതാണ്. അതായത് ഒരു കമ്മിറ്റി, ഇപ്പോൾ മഹല്ല് കമ്മിറ്റി, വഖഫ് നോക്കുന്ന കമ്മിറ്റി, ഇതിലൊക്കെ ലീഗൽ പേഴ്സണാലിറ്റി അറബിയിൽ ഷഖ്സിയൽ എഅ്തിബാരിയ എന്നാണ് പറയുക. ഇപ്പോൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വ്യക്തികൾ ആഖിദൈനി ബാലിഗും റഷീദും ആയിരിക്കണം എന്നാ. ചിലപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലേക്ക് ഇടപാട് നടക്കുക. ബാലിഗ് എന്ന് പറഞ്ഞ പ്രായപൂർത്തിയും പക്വതയും വിവേകവും ഉള്ള ആളുകൾ, വ്യക്തികളായിരിക്കണം എന്നാണ്. പലപ്പോഴും ഇത് ചെയ്യുന്നത് കമ്പനി മാനേജറൊക്കെ ആയിരിക്കും. പക്ഷെ അവരൊക്കെ ആ സ്ഥാനത്ത് വെക്കുകയാണ്. അപ്പോൾ കമ്പനിയാണ് അവിടെ, കമ്പനി വാങ്ങിച്ചു എന്നാണ് പറയുക. കമ്പനി വിറ്റു, കമ്പനി വാങ്ങിച്ചു, അല്ലാണ്ട് ഈ മാനേജർ വാങ്ങിച്ചു, മാനേജർ വിറ്റു എന്നല്ല പറയുക. പക്ഷേ അതിനൊക്കെ ആധുനിക കാലത്ത് പണ്ഡിതന്മാർ ഫുഖഹാക്കൾ ഇതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. ഷഖ്സിയൽ എഅ്തിബാരിയ എന്ന് പറഞ്ഞാൽ ആ കമ്പനിയെ അല്ലെങ്കിൽ ജംഇയ്യയെ ഒരു വ്യക്തിയായിട്ട് പരിഗണിക്കുക. അതിനെ വ്യക്തിയായി പരിഗണിക്കുക എന്നുള്ള. അപ്പോൾ അയ്യക്കൂന മുഅയ്യനൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം ശരിക്ക് അയ്യക്കൂന ഫർദൻ മുഅയ്യനൻ, ഷഖ്സൻ മുഅയ്യനൻ ഔ അഷ്ഖാസൻ മുഅയ്യനീൻ എന്നാണ്. കമ്മിറ്റി വ്യക്തിയല്ലല്ലോ എന്ന വിമർശനത്തിന് അവിടെ പ്രസക്തിയില്ല. അത് മുഅയ്യനാവണമെന്ന് പറഞ്ഞാൽ അത് ഒരു വ്യക്തിയാണെങ്കിലും ഒന്നിലധികം വ്യക്തികളാണെങ്കിലും ആള് നിർണിതായിരിക്കണം എന്നതാണ്. പറയാൻ കഴിയണം. അതാണ്. അത് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. അത് കുറെ ആളുകൾ ആവണം എന്ന് വെച്ചാൽ തന്നെ ആധുനിക ഫിഖ്ഹിലുള്ളതാണ് നേരത്തെ പറഞ്ഞത്. ഷഖ്സ് എന്ന് പറയുന്നത് ഒരാൾ എന്നുള്ളതല്ല, ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കല്ല. ഒരു ഷഖ്സിയത്ത് ഒരു വ്യക്തി, ഒരു മനുഷ്യന് മാത്രമല്ല ഉള്ളത്, ഒരു സംവിധാനത്തിനും എഅ്തിബാറൻ അതിന് ഷഖ്സിയത്തുണ്ട് എന്ന കൺസെപ്റ്റാണ് ഷഖ്സിയൽ എഅ്തിബാരിയ. അതനുസരിച്ചാണ്
കമ്പനികൾ തമ്മിലുള്ള കോൺട്രാക്റ്റുകൾ ആവുന്നത്. ഇതിൽ ഈ പ്രമാണപരത യുജ്യത്തിന്റെ ഇതിനപ്പുറം ഈ പ്രയോഗപരതയിലേക്ക് സംഗതി വന്നാൽ, ഇപ്പോൾ ഞാൻ ഇന്നലെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഗതി എനിക്ക് ഒരാൾ അയച്ചു തന്നിരുന്നു. അതായത് zakat.org എന്ന് പറയുന്ന സൈറ്റ്, അതായത് അങ്ങനെ ഒരു ഡൊമൈൻ കിട്ടുക എന്നുള്ളത്, അത് ഉള്ളത് USA-ലാണ്. അതായത് യഥാർത്ഥ മുസ്ലിം ലോകത്താണ് ശരിക്കും അങ്ങനെ ഉണ്ടാവേണ്ടത്. അതുപോലെ തന്നെ NZF നാഷണൽ സക്കാത്ത് ഫൗണ്ടേഷൻ UK-ലാണ്. അപ്പോൾ മൊത്തം മുസ്ലിം രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ ഇത്തരം ജമഇയ്യകളും ഇത്തരം ബൈത്തു സക്കാത്തും ഉണ്ട്. ഖത്തറിൽ സുന്തൂഖു സക്കാത്ത്, കുവൈത്തിൽ ബൈത്തു സക്കാത്ത്, ഇതൊന്നും ഗവൺമെൻറ് സക്കാത്ത് ശേഖരിക്കാൻ ഉണ്ടാക്കിയ സംവിധാനമല്ല. അതായത് ഗവൺമെൻറ് നേരിട്ട് ടാക്സ് ഒക്കെ പിരിക്കുന്നത് പോലെ ഗവൺമെൻറ് ട്രഷറിയിലേക്ക്, ഗവൺമെൻറ് ഖജനാവിലേക്ക് വരവ് വെക്കുന്ന ഒരു കലക്ഷൻ അല്ല. സൗദിയിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അതെ, ഖത്തറിലൊന്നും അങ്ങനല്ല. സുന്തൂഖ് സക്കാത്ത് ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റി, അതായത് എന്താ പറയുക, ഔക്കാഫിന് കീഴിലുള്ളതാണ്. പക്ഷേ അത് ആ കമ്മിറ്റിയാണ് തീരുമാനം എടുക്കുക. മാത്രമല്ല ഖത്തരികളെല്ലാവരും അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്നൊരു നിർബന്ധം ഇട്ടില്ലേനു. ഇസ്ലാമിക രാഷ്ട്രമുണ്ടെങ്കിൽ അങ്ങനത്തെ ചോയ്സ് ഒന്നും ഉണ്ടാവില്ല, എല്ലാവരും ആ വകുപ്പ് തന്നെ കൊടുക്കണം. അപ്പോൾ അല്ല, എന്ന് മാത്രമല്ല, ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ഗവൺമെൻറ്റിന് തുടക്കത്തിൽ ഔദ്യോഗികമായിട്ട് ഒരു സക്കാത്ത് ഏജൻസി ഉണ്ടാവും. ചിലപ്പോൾ ഒരു ചാരിറ്റി സൊസൈറ്റിയും ഓർഗനൈസേഷനും ഉണ്ടാവും. അത് ഗവൺമെൻറ് ചിലപ്പോൾ ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെ നിയമം മൂലം സ്ഥാപിക്കുന്നതായിരിക്കും. പിന്നെയും കാലം മുന്നോട്ട് പോകുന്നതിന് വെച്ചാൽ ഇപ്പോൾ ഖത്തറിൽ ആദ്യം ഒരു ഖത്തറുൽ ഖൈരിയ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഒരുപാട് ജമിയകൾ പിന്നീട് ഉണ്ടായി. ഈ ജമിയകൾ ഉണ്ടാകണമെന്ന് വെച്ചാൽ രാജ്യത്തിലെ നിയമത്തിന് അനുസൃതമായി ഇവർ ഗവൺമെൻറ്റിന് അപേക്ഷ കൊടുക്കുകയാണ് ചെയ്യുക. ഞങ്ങളിങ്ങനെ ചാരിറ്റി ഓർഗനൈസേഷൻ തുടങ്ങുന്നു, ഞങ്ങൾക്ക് അനുവാദം നൽകണം, ആ അനുവാദത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഇവിടുന്ന് സക്കാത്ത് കളക്ട് ചെയ്യാനുള്ള അനുവാദം കൂടി തരണം എന്നതടക്കം ഇവർ ഗവൺമെൻറ്റിനോട് അപേക്ഷിച്ചിട്ട് ഗവൺമെൻറ് അനുവാദം കൊടുത്തിട്ട്, അല്ല ഗവൺമെൻറ് ഒരു ഭരണകൂടം എന്നുള്ള നിലക്ക് സക്കാത്ത് കൈകാര്യം ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ ബാധ്യത ഏൽപ്പിക്കാൻ വേണ്ടി ജമിയകൾ ഉണ്ടാക്കണതല്ല. അല്ല എന്ന് മാത്രമല്ല, ഈ ജമിയകൾക്കൊക്കെ സുന്തൂഖ് സക്കാത്തിനും ബൈത്തു സക്കാത്തിനൊക്കെ ഒരു ശരിയ ബോഡി ഉണ്ടാവും, പണ്ഡിതന്മാരുടെ ഒരു മേൽനോട്ട സൂപ്പർവിഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ സക്കാത്ത് വളരെ കൃത്യമാണല്ലോ, അതിൻ്റെ ശേഖരണവും വിതരണവും ആ പ്രമാണപരമായ അടിസ്ഥാനത്തിൽ തന്നെ ആവണം. അത് പാളുന്നുണ്ടോ പേക്കുന്നുണ്ടോ നോക്കാനായിട്ട്. അപ്പോൾ കമ്മിറ്റി സക്കാത്ത് സ്വീകരിക്കൽ ഇസ്ലാമിക വിരുദ്ധമാണെങ്കിൽ ആ നാട്ടിലൊക്കെ എങ്ങനെ പണ്ഡിതന്മാർ ഇനി നേതൃത്വം കൊടുക്കുക? ഇതിൽ രസകരമായി തോന്നുന്നൊരു കാര്യം, നമുക്ക് കൂടുതൽ സൗഹൃദങ്ങളും മറ്റ് പല വ്യക്തികളായിട്ട് ഉണ്ടാവാറുള്ളത് ഗൾഫ് രാജ്യങ്ങളാണ്. അവിടെ ചെല്ലുമ്പോൾ പലപ്പോഴും ഇത്തരം ഇപ്പോൾ കുവൈത്തിലെ ജമിയത്ത് അബ്ദുള്ള നൂരി, ജമിയത്ത് റഹ്മ, ജമിയത്ത് നജാത്ത്, അങ്ങനെ ഒരുപാട് ഇവിടെ എല്ലാവരും സക്കാത്തിന് നമ്മൾ അർഹരായ പ്രൊജക്റ്റുകളാണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവിടെ സമീപിക്കാൻ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അതായത് എല്ലാവരും പോയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കും. അല്ല, അതിൽ രസം അതല്ല. അതിലിപ്പോ ഈ വക്കാലത്ത് എന്ന് പറയുന്ന ഇസ്ലാമിക ഫിഖില് സക്കാത്തുമായി മാത്രം ബന്ധപ്പെട്ടൊരു ബാബല്ല, എല്ലാറ്റിനും ബാധകമായതാണ് വക്കാലത്ത്. ഇപ്പൊ സക്കാത്തിന് പറ്റുമോ എന്നുള്ള ചർച്ച ചെയ്യുമ്പോ എന്തുകൂടി ചർച്ച ചെയ്യണം? അല്ല, സദഖ ഒരാൾക്ക് പിന്നെ വക്കാലത്ത് ചെയ്യുന്നത് വ്യക്തിയല്ലാതെ വക്കാലത്ത് ചെയ്യാൻ പറ്റുമോ? ഇവിടെ യതീംഖാന നടത്തുന്ന കമ്മിറ്റിക്ക് സക്കാത്ത് സ്വീകരിക്കണ്ട, ഒരു ഡൊണേഷൻ സ്വീകരിക്കുന്നത് ഏത് വക്കാലത്തിന്റെ അർഹതയിലാണ്? വക്കാലത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിക ഫിഖില് സക്കാത്തിന്റെ വക്കാലത്ത് വേറൊരു നിയമവും സദഖകളുടെ സക്കാത്തിന് വേറൊരു നിയമവും ഇല്ലല്ലോ. സക്കാത്തില് വക്കാലത്ത് കമ്മിറ്റിക്ക് പറ്റൂലെങ്കിൽ സദഖയിലും പറ്റൂലല്ലോ. അത് ഇവിടെ ആർക്കും വാദമല്ല. എന്ത് യതീംഖാനകൾ, പള്ളി കമ്മിറ്റികൾ, മറ്റ് ഏത് മതസംവിധാനങ്ങളും കമ്മിറ്റി സംഭാവന സ്വീകരിക്കുന്നത് വക്കാലത്തിന്റെ പ്രശ്നം ഉന്നയിച്ചതായിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ബാധകമാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മറ്റ് ബാധകമാക്കണം. ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു വിഷയം കിടക്കുന്നത് ഈ നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഇത്തരം വിഷയങ്ങളിൽ കുറെ കൂടി സമൂഹത്തിനോട്, പ്രത്യേകിച്ചും നേരത്തെ സമീർ സാഹിബ് തുടക്കത്തിൽ പറഞ്ഞ പോലെ സമൂഹത്തിലൊരു പ്രശ്നത്തെ കൂടി നേരിട്ട് ഡീൽ ചെയ്യുന്ന ഇസ്ലാമിലെ അതിപ്രധാനമായ ഒരു ടൂളാണ് സക്കാത്ത് എന്ന് പറയുന്നത്. കേരള മുസ്ലിങ്ങളുടെ മാത്രം 2010 ഒരു പഠനമുണ്ട്, വേറെ പഠനമൊന്നും ലഭ്യമല്ല. 2010 കേരള മുസ്ലിങ്ങളുടെ ധനശേഷിയെക്കുറിച്ചുള്ളൊരു പഠനമാണ്. അപ്പോൾ ഒരു കൊല്ലം കേരളത്തിൽ 30,000 കോടി രൂപയാണ് റെമിറ്റൻസ്, മൂല്യപ്രേഷണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് അടങ്ങുന്നത്. അതിൽ 56% മുസ്ലിങ്ങളുടെയാണ്. 30,000 കോടിയിൽ 56% എന്ന് പറയുമ്പോൾ ഏകദേശം 16,500 കോടി രൂപ. ഇതുപോലെ കാർഷികത്തിൽ നിന്ന്, സർക്കാർ ശമ്പളത്തിൽ നിന്ന് 600 കോടി, ഇങ്ങനെ മൊത്തത്തിൽ അതിൻ്റെ കണക്ക് 43,500 കോടി രൂപ മുസ്ലിങ്ങളുടേത് മാത്രം 2010
ഒരു കൊല്ലം സക്കാത്തിന് അർഹമായ തുകയുണ്ട്. ആ ലേഖനം എഴുതുന്നത് എൻ്റെ ഓർമ്മയിൽ ഷമീൽ സജ്ജാദ് ആണ്. ആ ലേഖനത്തിൽ അദ്ദേഹം 2010 അത് എഴുതുന്നത്. അന്നത്തെ കണക്കനുസരിച്ച് 2010 43,500 കോടിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഇൻഫ്ലേഷണറി എക്കണോമിയിലാണ് ഉള്ളത്. അത് ഏറ്റവും ചുരുങ്ങിയത് ഇന്നൊരു 65,000 കോടി മതിക്കാം. ഇൻഫ്ലേഷണറി എക്കണോമി ഞാൻ ചെറിയൊരു കണക്കൂട്ട് നോക്കുമ്പോൾ 91 ലക്ഷമാണ് ചാറ്റ് GPT പറഞ്ഞ പ്രകാരം കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ. 91 ലക്ഷം. 1 ലക്ഷം കൂട്ടുക. 1 ലക്ഷം മുസ്ലിങ്ങൾ 10 ലക്ഷം കൈവശമുള്ള ഉദ്യോഗസ്ഥന്മാരും കച്ചവടക്കാരുമാണെന്ന് കൂട്ടുക. അവരുടെ സക്കാത്ത് ഒരു വർഷത്തെ മാത്രം കണക്കൂട്ട് നോക്കുമ്പോൾ 2,500 കോടി ഉണ്ടാവും. 2,500 കോടി രൂപ. 2,500 കോടി ഒരു വർഷത്തായി പറയുന്നത്. ഇതൊക്കെ വ്യവസ്ഥാപിതമായി വിതരണം ചെയ്ത കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? 10,000 സ്ത്രീകൾ 50 പവൻ കൈവശമുള്ള, ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന 50 പവൻ കൈവശമുള്ള സ്ത്രീകൾ എത്ര 750 കോടി എങ്ങാണ്ടാണ് അതിൻ്റെ സക്കാത്തായിട്ട് വരുന്നത്. പിന്നെ ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിൽ എന്താണ് സക്കാത്ത്? അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതേ ഇതിലൊരു വലിയ അപകടം ഇതാണ് എന്ന് പറഞ്ഞാൽ, സംഘടിത സംവിധാനങ്ങൾ വിശ്വാസയോഗ്യമായും കാര്യക്ഷമമായും ഇല്ലാത്തതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ സക്കാത്ത് കൊടുക്കുന്നില്ല കൃത്യമായി എന്ന വലിയ അപകടം ഇവിടെ സംഭവിക്കുന്നുണ്ട്. സക്കാത്ത് കൊടുത്തത് ശരിയാവില്ല എന്നുള്ള ചർച്ചയേക്കാൾ പ്രധാനം കൊടുക്കുന്നുണ്ടോ എന്നുള്ള ഇത് പ്രേരിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും ഇത് വ്യവസ്ഥാപിതമായി ശേഖരിച്ച് വിതരണം ചെയ്യാനുള്ള തൻ്റെ വ്യക്തിപരമായ അധ്വാനത്തിലൂടെ തന്നെ നടക്കണം എന്നതിൻ്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് മാത്രം, വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഇതിനില്ലാത്തത് കൊണ്ട് മാത്രം സക്കാത്ത് എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നില്ല, എന്ന ആരാധന നടക്കുന്നില്ല. അതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിച്ച സൽഫലങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ അതിൽ സൽഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ വെറും ഫിഖ്ഹിൻ്റെ ഒരു വൈജ്ഞാനികമായി ഫിഖ്ഹിൻ്റെ ഒരു ഇതിൽ മാത്രം ഇതിനെ വായിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഫിഖ്ഹിൻ്റെ കൂടെ തന്നെ ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക് എക്കണോമിക്സ് എന്ന് പറയുന്ന അൽ ഇഖ്തിസാദുൽ ഇസ്ലാമി എന്നൊരു ഭാഗം അപ്പുറത്തുണ്ട്. അതിൻ്റെ ഒരു മെയിൻ ഭാഗമാണ് പബ്ലിക് ഫിനാൻസ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു മേഖല. അതനുസരിച്ച് സക്കാത്ത് എന്ന് പറയുന്നത് കേവലം ഒരു ആരാധന എന്നതിനപ്പുറം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഇൻകം സോഴ്സാണ്. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട റവന്യൂ സോഴ്സാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഇത് മവാരിദുൽ ദൗലൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പറയാ സക്കാത്താണ്. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഒന്നാമത്തെ കാറ്റഗറി സക്കാത്തിൻ്റെ അവകാശികൾക്കുള്ള വിതരണം എന്നതാണ്. ഇത് ഇങ്ങനെ വന്നത് കൂടിയുണ്ട്. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം എന്നൊരു ഭാഗത്തു കൂടി ഈ സക്കാത്ത് ഒരു കൺസേൺ ആണ്. എന്ന് മാത്രമല്ല, അതിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ളത് ഇസ്ലാമിക ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് അവരുടെ വികസന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനാകുന്ന വിധത്തിൽ വ്യത്യസ്ത സ്വഭാവങ്ങളിൽ സാഹചര്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാനുള്ള ടൂൾ കൂടിയാണെന്ത് സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ അനുസരിച്ച് സക്കാത്തിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അങ്ങനെ ഒരു വശം കൂടി ഇതിലുണ്ട്. ഇപ്പം ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് ധനികരിൽ നിന്ന് ക്യാഷായിട്ട് ഇത് പിരിക്കുകയും വസ്തുവായിട്ട് അർഹരിലേക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇൻഫ്ലേഷന് പരിഹാരമായി. ഡീഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് നേരെ തിരിച്ച് വസ്തുവായിട്ട് ശേഖരിക്കുകയും പണമായിട്ട് കൊടുക്കുകയും. അപ്പം ഇങ്ങനെയുള്ള ഇസ്ലാമിക ജീവിത വ്യവസ്ഥയെ ജനങ്ങൾക്ക് മുമ്പിൽ അതിൻ്റെ ഒരു പ്രബോധന സാധ്യത കൂടിയുള്ള എന്ന് പറഞ്ഞാൽ സാമ്പത്തിക രംഗത്തുള്ള ക്രൈസിസ് ആണല്ലോ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അതിനുള്ള പരിഹാരമായി ഇസ്ലാമിനെ ഉയർത്തിക്കാട്ടാനുള്ള സ്വഭാവത്തിൽ കൂടിയാണ് ഇസ്ലാമിക രാഷ്ട്രം ഇതിനെ കൈകാര്യം ചെയ്തതും അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയതും. അതിനൊന്നും പ്രകാശിപ്പിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുക എന്നതുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, സംഘടിത സംവിധാനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും തകർക്കുകയും. അതല്ല, ഈ വൈജ്ഞാനിക സത്യസന്ധത ഞാൻ പറയാൻ കാരണം സക്കാത്ത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഷാഫി മദ്ഹബിൻ്റെ എല്ലാ കിതാബുകളിലും ഉള്ളത് വളരെ വിശദമായിട്ടാണ്. വളരെ വികസനപരമായ ആ കാലത്ത് എന്ന് വെച്ചാൽ ഒരു തൊഴിലാളിയാണെങ്കിൽ അയാൾക്ക് തൊഴിൽ ഉപകരണങ്ങൾ കൊടുക്കണം. എന്നിട്ട് ഇമാം നവവി പറയാണ് കല്ലത്ത് ഖീമത്തുഹു ഔ കസുറത്ത്. ഒരാൾക്ക് ചിലപ്പോൾ ഓട്ടോറിക്ഷ മതിയാവും, വേറെ ഒരാൾക്ക് ചിലപ്പോൾ JCB ആയിരിക്കും വേണ്ടി വരിക. ജ്വല്ലറി നഷ്ടത്തിൽ പോയ ഒരാൾക്ക് അതിന് തുല്യമായ കച്ചവടം അറിയുന്ന ആളാണെങ്കിൽ അയാൾക്ക് ക്യാപിറ്റലാണ് കൊടുക്കേണ്ടി വരിക. അതിൽ തന്നെ ഹുലറവാത്ത് കച്ചവടം ചെയ്ത് പരിചയമുള്ള ഒരാൾക്ക് 100 ദിർഹം കൊടുത്താൽ മതിയാവും. അതേസമയത്ത് മുജൗഹറാത്ത് കച്ചവടം ചെയ്യാൻ ഉള്ള ആൾക്ക് അയാൾക്ക് 10,000 ദിർഹം കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണം. തോട്ടം, അതായത് എന്താ ഭയങ്കരമിൻ അഹ്ലി ദയാഇ യുഅത മാ യശ്തരി ബിഹി ലയഅതൻ.
എന്നുവെച്ചാൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന നല്ല കർഷകനാണ്, പക്ഷേ അയാൾ ഭൂമി പാട്ടത്തിനെടുക്കുക മറ്റുള്ളവർ ഔദാര്യത്തിലൊക്കെ കൃഷി ചെയ്യണം. അപ്പം ഇയാൾക്ക് ഭൂമിയില്ല, വാങ്ങാനുള്ള പൈസയില്ല, അയാൾക്ക് ഒരു ഏക്കർ സ്ഥലം അങ്ങ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പാടം മേടിച്ചു കൊടുക്കുക. അപ്പോൾ അയാളത് എന്നിട്ട് ആ മേടിച്ചു കൊടുക്കുക എത്രയെന്ന് അറിയണ്ടോ, അയാൾക്കും കുടുംബത്തിനും ജീവിക്കാൻ മാത്രം അതിൽ നിന്ന് വരുമാനം കിട്ടണം. അങ്ങനെയുള്ള എത്ര എന്താണ് പുരോഗതിയോട് കൂടിയിട്ടാണ് പിന്നെ വിഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനെപ്പറ്റി വരുമുണ്ടൂല. ഈ സക്കാത്ത് ഇത് ഇസ്ലാമിക വിരുദ്ധം എന്ന് പറയുന്ന ആളുകൾ എന്നാൽ പിന്നെ ഈ ഇമാമിയങ്ങൾ പറഞ്ഞ ബാക്കി ഭാഗം കൂടി വായിച്ചിട്ട് ഇങ്ങനെയാണെന്ന് കാണിച്ചു തരണ്ടേ. അപ്പോൾ അതാണ് വൈജ്ഞാനിക സത്യസന്ധത. ഇതിലില്ല, ഇതിലും അല്ല ഇവിടെ വിഷയം. പക്ഷേ ഒരു 30-35 കൊല്ലം മുമ്പെങ്കിലും കേരള മുസ്ലിങ്ങളിൽ വലിയ പ്രാക്ടീസ് വന്നു കഴിഞ്ഞൊരു സാധനം. എനിക്ക് തോന്നുന്നത് ഈ ചർച്ച കൊണ്ട് ഈ കൊടുക്കാവുന്ന ആളുകൾ ഇതിൽ കൊടുക്കാതിരിക്കൊന്നുമില്ല. അതെ അതെ അതെ, യഥാർത്ഥത്തിൽ ഈ പക്ഷെ കൊടുക്കേണ്ട ആളുകൾ കൊടുക്കുക തന്നെ വേണമല്ലോ. അതാണല്ലോ മാത്രമല്ല ബൈത്തുൽ സക്കാത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. ഈ സക്കാത്ത് എത്ര സൂക്ഷ്മമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്നറിയോ? സക്കാത്തിനായിട്ട് അക്കൗണ്ട് വേറെ തന്നെ, അതായത് വേറെ കുറേ ചാരിറ്റി അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. സക്കാത്തിൻ്റെ അക്കൗണ്ട് അതൊന്നുമായിട്ട് ബന്ധമല്ല. കാരണം വെച്ചാൽ ഇത് അത്രയും സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട്. അങ്ങനെ സംഖ്യ സക്കാത്ത് കളക്ട് ചെയ്ത് കിട്ടിയാൽ ഇത് ആർക്കെങ്കിലും അങ്ങ് കൊടുക്കൊന്നുമില്ല. ഒരാൾ അർഹനാണോ എന്ന് പഠിക്കാൻ വ്യത്യസ്ത സംവിധാനങ്ങളാണ്, പല തട്ടുകളിലാണ് സംവിധാനം കൂടുതലായി പോയി എന്നുള്ള പരാതിയുള്ള ആളുകളാണ് നമ്മളൊക്കെ. അത് അത്ര സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ടോന്ന്. കാരണം ഇത് വൈകാതെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ച് അയാൾ 100% അർഹനാണ് എന്ന് ഉറപ്പായി അത് സാക്ഷികൾ മുഖേന തെളിയുമ്പോഴാണ് കൊടുക്കുക. കാരണം ഇത് ആളുകളടുത്ത് നിന്ന് വാങ്ങുന്ന അമാനത്തല്ലേ. ഇത് ഒട്ടും അർഹതയില്ലാത്ത ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഇത്ര വ്യവസ്ഥാപിതമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് വിശ്വാസമാണ്. ഓരോ കൊല്ലം അതിലേക്ക് ബന്ധപ്പെടുന്ന ആളുകൾ കൂടെ നമ്മളതിന് പ്രസിദ്ധീകരിക്കുന്നുണ്ടല്ലോ. 2001 തുടങ്ങുമ്പോൾ 66 ആളുകളാണ് ഇതിൽ സഹകരിക്കുന്നത്. അന്ന് 54 പേരെ ഗുണഭോക്താക്കൾ. ഇത് പിന്നീട് 2007 എത്തുമ്പോൾ 640 പേര് ഇത് കൊടുക്കുന്നു, 1000-ലധികം പേർ വാങ്ങുന്നു. ഇപ്പൊ 500,000 പേരാണ് അതിന്റെ ഗുണഭോക്താക്കൾ. 500,000 എത്ര സമർത്ഥരായ വിദ്യാർത്ഥിനികൾ ലോൺ എടുക്കാൻ ഈട് വെക്കാൻ എന്തെങ്കിലും ഇല്ലാതെ ലോൺ കിട്ടൂല. വെറും തടിയും കൊണ്ടാണെങ്കിൽ എന്നാൽ ലോണൊന്നും കിട്ടൂല, പലിശയായി ബന്ധപ്പെടേണ്ടി വരും. എന്നിട്ട് ഇതൊന്നും ഒരാളും സഹായിക്കാനുണ്ടായില്ല. നല്ല സാമർഥ്യമുള്ള മക്കൾ പഠനം മുടങ്ങിക്കിടക്കുന്ന എത്ര. പക്ഷേ സക്കാത്തിൻ്റെ താലിബുൽ ഇൽമിന് സക്കാത്ത് കൊടുക്കാന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സക്കാത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ കണക്ക് കൃത്യമായിട്ടുണ്ട്. ഇത് മഹലിൽ നിന്ന് ഒരാൾ വിചാരിച്ചാൽ നടക്കുമോ? ഒരു മുസ്ലിം സമുദായം ഒരു വ്യക്തി വെച്ചാൽ കുറേ ആൾ ചേരുമ്പോൾ കുറേ മക്കളെ പഠിപ്പിക്കാം. ഇതിനൊക്കെയാണ് ഇവരെന്താക്കുന്നത് ഇസ്ലാമിക വിരുദ്ധം എന്ന്. ഇവർക്ക് ഒന്നുകിൽ ഇസ്ലാം മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഇവർ പ്രചരിപ്പിക്കുന്നതിൽ വേറെ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. അല്ല, ആ ഉദ്ദേശം വെളിവാക്കുന്ന കാര്യമാണ് എന്തിപ്പോൾ 1952 അൽ ബയാനിൽ PA അബ്ദുള്ള മൗലവി മട്ടന്നൂർ ഇത് എഴുതിയത്. അതിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം എഴുതിയ അത്രയേ എന്തുള്ളൂ, എല്ലാവർക്കും വാദമുള്ളൂ. എന്നുള്ള സംഘടിതമായിട്ട് സക്കാത്ത് സംവിധാനം ഉണ്ടായാൽ അതുവഴി കൊടുത്താൽ മതിയാവുന്നതാണ്, അതുവഴി കൊടുത്താൽ സക്കാത്ത് വീടും, അതുവഴി കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നേ എല്ലാവർക്കും വാദമുള്ളൂ. അതല്ലാതെ സംഘടിതമായിട്ട് സക്കാത്ത് മാത്രമേ സക്കാത്ത് കൊടുക്കാൻ പറ്റൂ എന്ന വാദം ആരും ഉയർത്തുന്നില്ല. വ്യക്തികൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷെ സംഘടിതമായി കൊടുത്താലും അത് സക്കാത്ത് വീടും എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ സക്കാത്തിന്റെ ഒരു റൂഹിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നു. അതാണ് മറ്റൊന്നും കൂടി. അതായത് ഈ അബ്ദുള്ള മൗലവി മട്ടന്നൂർ എഴുതിയത് വളരെ കൃത്യമായിട്ട് ഇതിന് ജംഇയ്യത്ത് ബ്രാക്കറ്റിൽ കമ്മിറ്റി എന്ന് എഴുതിയിട്ട് പരിഭാഷ അദ്ദേഹം തന്നെ വെച്ചിട്ട് 952 എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം വെച്ചിട്ട് 1/2 നൂറ്റാണ്ടിലധികം കാലമായി. അതിനെ സമസ്ത തിരുത്തിയിട്ടില്ല, ആരും അതിന് മറുപടി എഴുതിയിട്ടില്ല. അത് വരുമ്പോഴാണ് അത് തിരുത്താതെയും അതിന് മറുപടി പറയാതെയും ഇപ്പോഴുള്ള സക്കാത്ത് സംവിധാനങ്ങളെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുമ്പോഴാണ് ഈ നിലപാട് പ്രാമാണികമല്ല, വൈജ്ഞാനികമല്ല, ദുരുദ്ദേശപരമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ദൈർഘ്യം നമ്മൾ ഈ ചർച്ച തൽക്കാലം തന്നെ ഒരു അർദ്ധവിരാമം കുറിക്കാതെ ഈ ചർച്ചകൾ സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിൽ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളതാണ്. സംഘടിത സക്കാത്തുമായി ബന്ധപ്പെട്ട് അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയുന്നത് തികച്ചും അസംബന്ധമാണെന്നും ആ ആരോപണത്തിന് ഇസ്ലാമിക ശരീഅത്തിൻ്റെ പിൻബലം ഇല്ല എന്നും നമുക്ക് ആരെ മുമ്പിലും പ്രമാണപരമായിട്ടും
പറഞ്ഞ പോലെ ഈ എഴുതിയ ഇത് വെച്ചിട്ടും അവസാനമായിട്ട് ഒന്നും കൂടി പറയട്ടെ, ഈ വിഷയ സംബന്ധമായിട്ട് മുസ്ലിം ലോകത്തുള്ള ഫത്വ സമിതികളോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഷാഫി മദ്ഹബും ഇതൊക്കെ അനുസരിച്ച് തന്നെ മറുപടി പറയുന്ന ഫത്വ സമിതികൾ, ഒരു വ്യക്തിയല്ല, ഏതോ ഒരു മുഫ്തിയല്ല, പറഞ്ഞ ജംഇയ്യകൾക്ക് സക്കാത്ത് നൽകാവുന്നതാണ് എന്ന് വളരെ കൃത്യമായി ഫത്വ നൽകുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഇസ്ലാമിക ലോകത്ത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ആധികാരികമായ ഫത്വ സമിതികളും ബോഡികളും ഒക്കെ തന്നെയാണ്. ഈ കേരളത്തിൻ്റെ 4 ആ വട്ടത്തിൽ നിന്നിട്ട് ഇസ്ലാമിക വിരുദ്ധമാണ് ഇതെന്നൊന്നും പറഞ്ഞാലൊന്നും ബുദ്ധിയുള്ള മനുഷ്യന്മാരെടുത്ത് അതൊന്നും ചിലവാകാൻ പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ചർച്ചകളുമായും അതുപോലെ സമാന വിഷയങ്ങളായിട്ട് നമുക്ക് കൂടുതൽ ഇരിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.